എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പറയും വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 അലോട്ട്മെൻറ്റ് ഈ വർഷത്തെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റും നൽകി ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന്. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക? അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കുകയും ശേഷം അവർ പറയുന്ന ഡേറ്റിനുള്ളിൽ അഡ്മിഷന് സ്കൂളിൽ ഹാജരാകുകയും ചെയ്യേണ്ടതാണ്. അഥവാ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലും അവരെ പരിഗണിക്കുന്നതല്ല. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്, സ്ഥിര നിയമനമാണ് എടുക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേത് ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുക മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഓപ്ഷൻ എഡിറ്റിംഗ് ഒന്നും നിങ്ങൾക്കില്ല. അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പറഞ്ഞ ഡേറ്റിനകം അഡ്മിഷൻ എടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും. ഇതാണ് കിട്ടിയവരും കിട്ടാത്തവരും ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ. കിട്ടിയവർ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. കിട്ടാത്ത വിദ്യാർത്ഥികൾ കിട്ടാത്തവർ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.